الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها. ونحن اليوم في الدرس 14 من القسم الثاني. അനർബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ രണ്ടാം സെമസ്റ്റർ 14-ാം ക്ലാസ്സിലാണ്, 14-ാമത്തെ യൂണിറ്റിലാണ് നാം ഉള്ളത്. ദർസുർ റാബിയത്ത് അശ്ർ 14-ാമത്തെ പാഠത്തിൽ നാം നേരത്തെ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുള്ള ചില സംഗതികളാണ് വരുന്നത്. ഒന്ന് അപൂർണക്രിയ, അതേപോലെ കൽപ്പനക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, ഇതാണ് പ്രധാനമായും വരുന്നത്. നമ്മൾ ദീർഘമായ ഒരു ഇടവേള ഉണ്ടായിരുന്നു. ഇടവേള യഥാർത്ഥത്തിൽ ഇടവേളയാകുമായിരുന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ഖുർആൻ ശരിക്ക് വായിച്ചിരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിഞ്ഞ കാലത്ത് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. നമുക്ക് പുതിയ കാലത്ത് എങ്ങനെ പ്രവർത്തിക്കാം എന്നതാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് പാഠം വായിച്ചു തുടങ്ങാം. പാഠം വായിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ വരിക. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വിഷയം അപൂർണക്രിയയും അതേപോലെ കൽപ്പനക്രിയയുമാണ്. അല്ല, കൽപ്പനക്രിയയാണ് ഈ പാഠത്തിലെ പ്രധാന വിഷയം. അപൂർണക്രിയ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി അപൂർണക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന അതാണല്ലോ കൽപ്പനക്രിയ, അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുന്നു. അതാണ് നമുക്ക് നോക്കേണ്ടത്. അൽ മുദരിസ് മൻ ബിൽ ബാബ്, മൻ ബിൽ ബാബ്, മൻ ഇൻദൽ ബാബ് എന്ന് ചോദിക്കാം. ഇവിടെ നമ്മളെ മലയാളത്തിൽ ചോദിക്കുന്നത് വാതിൽക്കൽ ആരുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. മൻ ബിൽ ബാബ്, വാതിൽക്കൽ ആരാണ്? താലിബ്, ഒരു സ്റ്റുഡന്റ് പറഞ്ഞു. താലിബ് എന്ന് പറഞ്ഞാൽ വൺ അല്ലെങ്കിൽ എ സ്റ്റുഡന്റ് ആൻസേർഡ്, എ സ്റ്റുഡന്റ് ആൻസേർഡ്, ഒരു സ്റ്റുഡന്റ് മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ വന്ന സ്റ്റുഡന്റ് മറുപടി പറഞ്ഞു. അന താലിബുൻ ജദീദ്, അന താലിബുൻ ജദീദ്. വന്ന സ്റ്റുഡന്റ് എന്താ പറഞ്ഞത്? അന താലിബുൻ ജദീദ്, ഐ എം എ ന്യൂ സ്റ്റുഡന്റ്, ഞാനൊരു പുതിയ സ്റ്റുഡന്റ് ആണ് എന്ന് പറഞ്ഞു. അൽ മുദരിസ്, മുദരിസ് എന്ത് പറഞ്ഞു? ഉദ്ഖുൽ, ഉദ്ഖുൽ എന്ന്. അപ്പോ കൽപ്പനക്രിയ, കൽപ്പനക്രിയ ഇംപെരറ്റീവ് മോഡെന്ന് പറയും. ഇംപെരറ്റീവ്. ഖുർആൻ വായിച്ചോ നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും കൽപ്പനക്രിയ ശ്രദ്ധിച്ചായിരുന്നു? നമ്മൾ കൽപ്പനക്രിയ പഠിക്കാൻ പോവാണ്. ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു കൽപ്പനക്രിയ പറയാമോ? അപ്പൊ നമ്മള് ഊലല്ല തുടങ്ങുന്നത്, വായിലാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതേ വാക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അധ്യാപകൻ പറഞ്ഞു ഉദ്ഖുൽ. അപ്പൊ ഉദ്ഖുൽ എന്ന് കൽപ്പനക്രിയയിൽ മധ്യത്തിൽ ലമ്മ കണ്ടാൽ അതിന്റെ അർത്ഥം അപൂർണക്രിയയിൽ എന്തായിരിക്കും? അതിന് ലമ്മായിരിക്കും, കെസ്റായിരിക്കുമോ? നസ്റയുടെ രൂപത്തിലായിരിക്കും. നസ്റയുടെ രൂപത്തിലായിരിക്കും. മാഷാ, നസ്റ എൻസുറായിരിക്കും. അപ്പൊ മസ്മുക്, എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചു. അത്താലിബ്. അപ്പൊ ദ സ്റ്റുഡന്റ് റിപ്ലൈ. നേരത്തെ പറഞ്ഞപ്പോ താലിബുൻ, ഒരു സ്റ്റുഡന്റ് പറഞ്ഞു എന്നാണ്.
രണ്ടാമത് പറഞ്ഞപ്പോ എന്താ അത്താലിബ് ദ സ്റ്റുഡന്റ് റിപ്ലൈഡ് ഇസ്മി ഹുമായൂൻ. മായു. മൈ നെയിം ഈസ് ഹുമയൂൻ. നമ്മൾ പറയുന്നത് ഹുമയൂൻ എന്നാണ്. അത് പാർസിയിൽ എഴുതുമ്പോഴത്തേക്ക് ഹുമായൂൻ എന്നാണ് ഇവിടെ ന്യൂൻസിയേഷൻ അലിപ്പുണ്ട്. അൽ മുദരിസ് ഹുമായൂനും കൈഫ തക്തുബു ഹാദൽ ഇസ്ം. ഹുമായൂനും കൈഫ തക്തുബു ഹാദൽ ഇസ്മ. ഈ പേര് നീ എങ്ങനെയാണ് എഴുതുക? കൈഫ തക്തുബു ഹാദൽ ഇസ്മ. അപ്പൊ എന്തുകൊണ്ടാണ് ഇസ്മിന് ഫതഹ് വന്നത്? അതോടെ മഫൂലും ബിഹി ആയതുകൊണ്ട്. മാഷാ അല്ലാഹ്. എഴുതുന്നത് എന്തിനാണ്? പേരിനെ എഴുതുന്നു. അപ്പോ കത്തബ അല്ലെങ്കിൽ തക്തുബുവിന്റെ മഫ്ഊൽ ബിഹിയാണ് ഇസ്മ. അതുകൊണ്ട് അതിന് ഫതഹ് വന്നു. ഉക്തുബുഹു അലാ ഹാദിഹിൽ വറഖത്തി. അപ്പൊ തക്തുബു എന്ന അപൂർണക്രിയയ്ക്ക് മധ്യത്ത് ലം വന്നപ്പോൾ അതിന്റെ കൽപ്പനക്രിയയായ ഉക്തുബിന് മധ്യത്ത് ലമ്മായിരുന്നു വരിക. മധ്യത്ത് ലം വന്നത് കൊണ്ട് അതിന്റെ അലിഫിന് ലമ്മാണ് വരിക. ലം വരുന്നതുകൊണ്ടാണ് നസറ ബാബില് കൽപ്പനക്രിയയ്ക്ക് ഊ വരുന്നത്. അപ്പൊ അന്ന് പറഞ്ഞു തന്നിട്ടില്ല, ഇന്ന് അത് ശ്രദ്ധിച്ചേക്കുക. അന്ന് പറഞ്ഞത് നമ്മൾ നസറു പറഞ്ഞിട്ട് എന്ത് എന്ന് പറയാം. അന്ന് നമ്മൾ കാണാൻ പഠിച്ചത്. ഇപ്പോ എന്ത് ചെയ്യുന്നു പറഞ്ഞു? എന്താ പറഞ്ഞത്? അപൂർണക്രിയയിൽ മധ്യത്തിൽ ലം വന്നു. അപ്പൊ കൽപ്പനക്രിയയിൽ മധ്യത്തിൽ ലമ്മായിരിക്കും. കൽപ്പനക്രിയയിൽ മധ്യത്തിൽ ലമ്മായത് കൊണ്ടാണ് അതിൽ ചേർക്കുന്ന അലിഫിന് ലം കൊടുക്കും. ഉക്തുബുഹു അലാ ഹാദിഹിൽ വറഖത്തി. എന്തുകൊണ്ട് ഹാദിഹി എന്ന് പറഞ്ഞു? വറക്കത്ത് എന്താണ്? വറക്കത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹാദിഹി എന്ന്. പേരാണോ വറക്കത്ത്? ആണോ? പേപ്പർ വറക്കത്ത് പേപ്പർ. വറക്കത്ത് ഖുർആനിൽ കണ്ടിട്ടുള്ള ആരൊക്കെ ഉണ്ട്? ആരും കണ്ടില്ല. 10,000 പ്രാവശ്യം ഇപ്പൊ റമദാനിൽ ഖുർആൻ ഓതിയതുകൊണ്ട്. ബക്കറയിലുണ്ട്. ബക്കറയിൽ എന്താ ആയത്ത്? ആയത്ത് ഞാൻ മറന്നുപോയി. വസ്ത്രം കൊണ്ട് പൊതിയുന്നത്, അവരെ ഇലകൾ കൊണ്ട് പൊതിയുന്നെന്ന് പറയുന്നുണ്ടല്ലോ. പശുവിനെയാ? അല്ല, അതല്ല. ഓക്കെ. വേറെ ആരെങ്കിലും പറയും? കണ്ട വേറെ ആരെങ്കിലും പറയും? അദ്ദേഹത്തിന് കോണ്ടെക്സ്റ്റ് ഓർമ്മയുണ്ട്, ഏത് സൂറത്താണെന്ന് ഓർമ്മയില്ലെന്നേ ഉള്ളൂ. വേറൊരാൾ പറയും. ആരും കണ്ടില്ല. എവിടെ ആയിക്കോട്ടെ, സംഭവം ഇതാണ് വിഷയം. വറക്കൽ ജന്ന. അപ്പൊ വറക്കയാണ് കേട്ടോ. വറക്കൽ ജന്ന അപ്പൊ ബഹുവചനമായിട്ടാണ് ഉപയോഗിച്ചത്. എന്താ പറയാ, കോമൺ നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വറക്കത്ത് വേറെ ഉണ്ട്. ഈ പറഞ്ഞ വിഷയത്തില് വറക്കൽ ജന്ന എന്നാണ് പറഞ്ഞത്. ആശയം അത് തന്നെയാണ്, പക്ഷെ അത് പൊതുനാമമായിട്ടാണ് എടുത്തത്. വറക്ക ഇല എന്ന പൊതുനാമമായിട്ട് എടുത്തപ്പോഴത്തേക്ക് അതിനെന്താണ് ബഹുവചനമായിട്ടാണ് വറക്ക്. പിന്നെ വറക്കത്ത് വേറെ ഉണ്ട്. തസ്കുത്തും വറക്കത്തിൻ, ഒരില പോലും വീഴുകയില്ല. ഇനിയെങ്കിലും ദയവേദി നിങ്ങൾ ഖുർആൻ ഓതല്ലേ. നമ്മൾ ഖുർആൻ ഓതിയിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഞാനിതൊന്നും ഹിഫളാക്കിയ ആയത്തൊന്നുമല്ല. ഞാൻ വായിച്ച് ഓർമ്മ വെച്ചു, അതേപോലെ ഇത് റെഫർ ചെയ്തിട്ട് എഴുതി വെച്ചിട്ട് പറയുന്നൊന്നുമല്ല. വായിച്ച ഓരോ ഓർമ്മയിൽ നിന്ന് മാത്രം പറയുന്നത്. വായിച്ച ഓരോ ഓർമ്മ. ഇപ്പൊ ഒരുപാട് വായിക്കാൻ സമയം കിട്ടാറില്ല. പക്ഷേ പണ്ടെങ്ങോ പറഞ്ഞു, സത്യം പറഞ്ഞാൽ പണ്ടെങ്ങോ വായിച്ച ഓർമ്മ വെച്ച് പറഞ്ഞു. എന്തായാലും നമുക്ക് എങ്ങനെയൊക്കെ ഓർമ്മകൾ ഉണ്ടാകണം, അതിനു വേണ്ടിയാണ് വായിക്കേണ്ടത്. അപ്പൊ ഹുമയൂൻ പറഞ്ഞു, കൈഫ തക്തുബു ഹാദൽ ഇസ്മ, ഈ ഇസ്മിനെ നീ എങ്ങനെ എഴുതും, ഈ പേര് നീ എങ്ങനെ എഴുതും? ഹുമയൂനോട് ചോദിച്ചു. അത് മുദരിസ് ചോദിച്ചു. ഉക്തുബുഹു, നമ്മുടെ വിഷയം അവിടെ ഫേല് അമ്രാണ്. അവിടെ ഹൈലൈറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ചെയ്യാനുള്ള കളർ നിങ്ങളുടെ കയ്യിലുണ്ടാവും. കളർ തന്നെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ രണ്ടൊന്നും അയച്ചു തരാം. അപ്പൊ ഒക്ടോബർ എന്നത് മധ്യത്തിൽ അമ്മ വന്നു. ആ മധ്യത്തിൽ അമ്മ വന്നതുകൊണ്ടാണ് അരിപ്പിന് അമ്മ വന്നത്. ഇതൊക്കെയാണ് നമ്മളെ വിഷയം.
അപ്പൊ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്ത് അടയാളപ്പെടുത്തിയൊക്കെ പഠിക്കേണ്ടത്. നമ്മൾ നേരത്തെ അറിയാമെങ്കിൽ പോലും ഇതിനെന്ത് ചെയ്യുക, പ്രത്യേകം അടയാളപ്പെടുത്തി പഠിക്കുക. കാരണം ഇത് ഒരു മാതൃകയാണ്. ഇനി ഇതുപോലെ വാക്കുകൾ എവിടെയെങ്കിലും നമ്മൾ പഠിക്കാത്ത വാക്കുകൾ എവിടെയെങ്കിലും വന്നാൽ മധ്യത്തെ ദമ്മ്, അലിഫിന്റെ ദമ്മ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഏത് നസർ ബാബാണോ അല്ല വേറെ ഏതെങ്കിലും ബാബാണോ. അല ഹാദിഹിൽ വറക്കത്തി, ഇപ്പോ വറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗ നാമമായതുകൊണ്ടാണ് അതിന് ഹാദിഹി എന്ന് ഇഷാറത്ത് ഉപയോഗിച്ചത്. ഇഷാറ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇഷാറ എന്ന് പറഞ്ഞാൽ സൂചകം. സൂചകം സർവനാമം. സൂചകം സർവനാമം. ഇഷാറ എന്ന് പറഞ്ഞാൽ സൂചകം, അല്ലെങ്കിൽ സിഗ്നൽ, സൈൻ ബോർഡ്, സിഗ്നല്, സൂചകം എല്ലാം ഇഷാറയാണ്. അപ്പോ എന്താണ് ഇസ്മുൽ ഇഷാറ എന്നാണ് പറയുക. ഇസ്മുൽ ഇഷാറ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ. അപ്പോ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ ഫീമെയിൽ ഉപയോഗിക്കാൻ കാരണം പറക്ക സ്ത്രീലിംഗമായിരുന്നു. അത്താലിബ്. അപ്പോ ദ സ്റ്റുഡന്റ് അഗൈൻ റിപ്ലൈഡ് യാ ഉസ്താദു. എന്തുകൊണ്ട് യാ ഉസ്താദാന്ന് പറഞ്ഞില്ല? സിംഗിൾ ആയിട്ടുള്ള ഒരു വാക്ക് മാത്രമേ ഇലാഫത്ത്. യാ ഉസ്താദു എന്ന് മാത്രമേ ഉള്ളൂ. ഇലാഫത്ത് ഉണ്ടെങ്കിലാണ് അതിന് ഫത്തഹ കൊടുക്കുക. ഹുന അഖറബുൻ. അപ്പൊ അതിനിടയ്ക്ക് വേറെ സ്റ്റുഡന്റ് പറഞ്ഞു, അല്ല ആ സ്റ്റുഡന്റ് തന്നെ അത്താലിബ് എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റുഡന്റ് ആയിരിക്കും പറയുന്നത്. യാ ഉസ്താദു, ഗുരു വരിക. ഹുന അഖറബുൻ. അഖറബ് അറിയാമല്ലോ, അഖറബ് സ്കോർപ്പിയൻ. അല്ല ബന്ധുക്കളല്ലേ, ബന്ധുത്വം. അത് ഹംസാണ്. അഖറബ്. അൻദിർ അശീറത്തൽ അഖറബീൻ. കാരണം എന്താ, അഖറബു കരീബ് അടുത്തത്, അഖറബു ഏറ്റവും അടുത്തത്, അടുത്തയാള്. അപ്പൊ ഹംസാണ്. അയിനിട്ടാല് ഇപ്പോഴത്തെ ബന്ധുക്കളുടെ അവസ്ഥയായി മാറും. കടിച്ചു കീറാൻ വരുന്നത് സ്കോർപ്പിയൻ, തേൾ, അഖറബ്. ഉസ്താദ് ഹാഹുന അഖറബിന്, ഇവിടെ ഇതായ ഒരു തേളിരിക്കുന്നു, അല്ലെങ്കിൽ പഴുതാര. അഖറബുൻ ഫിൽ ഫസ്ലി അയ്ന ഹി. അയ്ന ഹി എന്നാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് കേട്ടോ. നമ്മൾ പറഞ്ഞത് ഹുവ അവൻ, ഹിയ അവൾ, ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ എന്താ പറയേണ്ടത്? ഹി, അയ്ന ഹി. കാരണം നമുക്കറിയാമല്ലോ, ബക്കറെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ബക്കർ തശാബഹ അലൈന എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ ഒരു ഹി ഉണ്ട്. ആലുമാ ഹി, അതെന്താണ്? അപ്പൊ ഹിയിൽ നിർത്തിയാൽ, ഹി എന്ന് നീട്ടിയാണ് നിർത്തുക, രണ്ട് ഇറക്കത്തെ നീട്ടാവും. അപ്പൊ നമ്മൾ സംസാരിച്ചിട്ടിരിക്കുമ്പോഴും അവർ ചോദിക്കുക എങ്ങനെ, ആയന ഹി എന്നാ പറയാ. അപ്പൊ അവൻ എവിടെയാണോ നിങ്ങൾ ചോദിക്കും, ആൻ ഹു. അവർ ചോദിക്കുക വൈൻ ഹു എന്നാണ്. വൈൻ ഹു, അവൻ എവിടെ? വൈൻ ഹി, അവൾ എവിടെ? ഇനി ഹുവ എന്ന് പറഞ്ഞാലും ഹിയ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫത്തഹിട്ട് പറഞ്ഞാലും, അല്ലാതെ അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹ് വെളിവാക്കി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും പറയാറുണ്ട്. പക്ഷെ ശരിക്കും വഖഫ് ചെയ്ത് പറഞ്ഞാൽ അവസാനത്തിന് ദീർഘിപ്പിച്ചാണ് പറയേണ്ടത്. അത്താലിബ് ഉള്ളൂർ ഹാഹുനായ ഉസ്താദ്. എവിടെ നോക്കൂ ഉസ്താദെ, ഉള്ളൂർ ഹുന ഇവിടെ, ഹാഹുന അല്ല കേട്ടോ. ഹുന ഇവിടെ, ഹുനാലിക്ക അവിടെ, ഹുന ഇവിടെ, ഹുനാലിക്ക അവിടെ. ഉള്ളൂർ ഹുനായ ഉസ്താദ്, ഇവിടെ നോക്കൂ ഉസ്താദെ. ഹിയ തഹ്ത മക്തബി ഹിശാമിൻ. ഹിയ തഹ്ത മക്തബി ഹിശാമിൻ. അത് ഹിശാമിന്റെ മക്തബിന്റെ ചുവടെയുണ്ട്. ഇവിടെ എന്താ വാക്ക് നമുക്ക് പഠിക്കേണ്ട വാക്ക്? നമുക്ക് പഠിക്കേണ്ട വാക്കേതാ? ഉൻദുർ. അപ്പൊ ഉൻദുർ എന്നുള്ളത് നദറ യൻദുറു ബാബാണ്. അതുകൊണ്ടാണ്
അപ്പോൾ അതിന് കൽപ്പനക്രിയയിലും മധ്യത്തിൽ ലമ്മുണ്ട്. മധ്യത്തിൽ ലമ്മുള്ളത് കൊണ്ട് ഊ കൊണ്ടാണ് തുടങ്ങേണ്ടത്. അൽ മുദരിസ് ഉഖ്തുലൂഹാ യാ ഇഖ്വാൻ. അപ്പോൾ ഉൻദുറിന്റെ ഫിഅൽ മാളി എന്താണ്? നദറ. യൻസുറു എന്ന് പറഞ്ഞാൽ നസറ എന്ന് പറയുന്നത് പോലെ മുളാരിയിൽ ലമ്മ് വന്നാൽ ഉടനെ പറഞ്ഞേക്കണം നദറ നസറ എന്ന് പറഞ്ഞേക്കണം. റയർ കേസിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചത് എന്താണോ അതനുസരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യണം. അപ്പോൾ ഉൻദുർ എന്നുള്ളത് നമ്മൾ പഠിച്ച് കണ്ടാൽ ഉടനെ തന്നെ ഫിഅൽ മാളി നദറ. ഉഖ്തുലൂഹാ യാ ഇഖ്വാൻ. അപ്പോൾ ഉഖ്തുലൂവിന്റെ ഫിഅൽ മാളി എന്തായിരിക്കും? ഖതല. ഖതല. ആ ഖതല യഖ്തുലു ഉഖ്തുൽ. ആ അപ്പൊ ഉഖ്തുലു എന്ന വാക്ക് ഖുർആനിൽ കണ്ടിട്ടുള്ള ആരുണ്ട്? കണ്ടയിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ നമ്മൾ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. വഖ്തുലൂഹും ഹൈസു ശിഅ്തുമാ അല്ല, ഹൈസു ശിഅ്തുമാ എന്ന് നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. വഖ്തുലൂഹും ഹൈസു വജദ്തുമൂഹും. ഓക്കെ. അൽ മുദരിസ് ഉഖ്തുലൂഹാ യാ ഇഖ്വാനു. അതിനെ കൊന്നേക്കൂ സഹോദരന്മാരെ. അപ്പോ അധ്യാപകൻ എന്ത് ചെയ്യാണ്? യാ ഔലാദ് ഒന്നും വിളിക്കാം അധ്യാപകന്, കുട്ടികളെ വിളിക്കാം. അഖ്റബൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ എന്താ വന്നത്? എന്താ വന്നത്? അതെ, അഖ്റബൂൻ എന്ന് പറഞ്ഞപ്പോ പിന്നെ അഖ്റീബൂൻ എന്ന് കസർ എങ്ങനെ കിട്ടി നിങ്ങൾക്ക്? അല്ല, ഇതിപ്പോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അഖ്റബൂൻ യാ ഉസ്താദ് ആഹുന അഖ്റബൂൻ. പിന്നെ മുദരിസ് പറയുന്നു അഖ്റബൂൻ. എന്താണത്? അതെ, ഞാൻ ചോദിച്ചത് ആദ്യം മുകളിൽ പറഞ്ഞു അഖ്റബൂൻ എന്ന് പറഞ്ഞു. ആഹുന അഖ്റബൂൻ എന്താ അർത്ഥം? അഖ്റബൂൻ തേള്. ആ യാ ഉസ്താദു ഹാഹുന അഖ്റബൂൻ എന്താ അർത്ഥം? ഇവിടെ തേളുണ്ടെന്ന. ഇവിടെ ഇതാ ഒരു തേള്. പിന്നെ അടുത്ത വാക്ക് എന്തായിരിക്കും? മുദരിസ് ചോദിക്കാണ് അഖ്റബുൻ ഫിൽ ഫസ്ലി എന്നല്ലേ ചോദിച്ചത്? അപ്പൊ എന്തായിരിക്കും അർത്ഥം? തേളാണോ ക്ലാസ്സിൽ? ക്ലാസ്സിൽ തേളുണ്ടോ? തേളുണ്ടോന്ന്. തേളുണ്ടോ ക്ലാസ്സിൽ? തേളോ ചോദിക്കില്ലേ? നിങ്ങൾ ടീച്ചറാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? ഒരു സ്റ്റുഡന്റ് എഴുതിയിട്ട് പറഞ്ഞ അഖ്റബൻ ആഹുനായ ഉസ്താദ് എന്ന് പറഞ്ഞാല് അഖ്റബൻ ഫിൽ ഫസ്ലി. അപ്പൊ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ക്ലാസ്സിൽ തേളോ? ഐനഹി എവിടെയത്? ഐനഹി എവിടെയത്? ഉൻദുർ ഹുനാ യാ ഉസ്താദ്, നോക്കൂ ഇവിടെ. ഹിഷാമിന്റെ ടേബിളിന്റെ അടിയിൽ ഉഖ്തുലൂഹാ യാ ഇഖ്വാനു, സഹോദരന്മാരെ കൊല്ലൂ അതിനെ. ഉഖ്തുലൂഹാ അതിനെ കൊല്ലൂ. അപ്പൊ ഹാ എന്ന് പറഞ്ഞാൽ ഹിയ അഖ്റബ് എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കുറെ സംഗതികൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടിക്കലി പഠിക്കണം. നമ്മൾ പറഞ്ഞല്ലോ കെദിറിൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കെദിറിനെ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ പ്രയോഗത്തിലൂടെ സ്ത്രീലിംഗമായി വരുന്ന ചില പദങ്ങളുണ്ടാവും. അതേപോലെയാണ് അഖ്റബുൻ, അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ എന്ത് ചെയ്തു? ഐന ഹി എന്ന് ചോദിച്ചു. ഐന ഹിയ, അപ്പൊ സ്ത്രീലിംഗമാണ് ഉപയോഗിച്ചത്. എന്നിട്ട് പറഞ്ഞു ഹിയ തഹ്ത മക്തബി, മക്തബി ഹിഷാമിൻ, അത് ഹിഷാമിന്റെ. അപ്പൊ അവിടെ ഹിയ ഉപയോഗിച്ചു. പിന്നെ മുദരിസ് എന്ന് പറഞ്ഞു ഉഖ്തുലൂ ഹാ അതിനെ കൊല്ലൂ യാ ഇഖ്വാൻ, സഹോദരന്മാരെ. അപ്പൊ സ്റ്റുഡൻസ് പ്രായത്തിൽ കുറഞ്ഞവരാണെങ്കിൽ ഔലാദ് എന്ന് വിളിക്കാം. ചിലപ്പോൾ സമപ്രായക്കാരോ അല്ലെങ്കിൽ മുതിർന്നവരോ ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്താണ് പറയേണ്ടത്. യാ ഇഖ്വാൻ, സഹോദരന്മാരെ. നമ്മുടെ ടീച്ചർമാര് ക്ലാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികളെ നല്ല വിളിക്കേണ്ടത്. ചില ആൾക്കാർ പറയും കുട്ടികളൊന്നും ക്ലാസ്സിൽ കയറില്ല എന്ന്. നമ്മളെല്ലാം അഡൾട്ട് എഡ്യൂക്കേഷനാണ്. എന്ത് ചെയ്യണം? നമ്മള് ഇതൊരു സ്റ്റുഡൻസ് എന്ന് പറയണം, അതല്ലെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ എന്നാണ് പറയേണ്ടത്. അത്തുല്ലാബു ബിമ നഖ്തുലുഹ, ബിമ നഖ്തുലുഹ എന്തായിരിക്കും അർത്ഥം? എന്തുകൊണ്ടാണ് അതിനെ കൊല്ലുന്നത്? അതിനെ എന്തുകൊണ്ടാണ് കൊല്ലേണ്ടത്? എന്തുപയോഗിച്ചാണ് കൊല്ലേണ്ടത്? ബിമ, നമ്മൾ എന്തുകൊണ്ട് കൊല്ലണം? എന്ത് ഉപയോഗിച്ചാണ് കൊല്ലേണ്ടത്?
അതെ. ഞങ്ങൾക്ക് വടിയും കൊടുവാളൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോഴാ പറഞ്ഞാൽ മുദരിസ് ഉഖ്തുൽഹാ ബിഖിദാഇക യാ ഹിശാമു. ഹിദാഇക. ഖിദാഇക ഖിദാഉൻ ഷൂ. ഖിദാഉൻ ഷൂ. എന്താണ് ഷൂ ഷൂ ഷൂ. ഹിദിയത്തിനാണ് ഷൂസ്. ഹിദാഉൻ എന്ന് പറയുന്നത് ഏകവചനമാണ്. അതിന്റെ ബഹുവചനമാണ് അഹ്ദിയത്തുൻ. ഓക്കെ. നേരത്തെ പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഹിദ ഒക്കെ. ഇല്ല. ഇവിടെ എന്തായാലും പുതിയ വാക്ക് ഉണ്ട്. ഹിദ ഷൂ ഏകവചനം. അഹ്ദിയത്തിനാണ് അതിന്റെ ബഹുവചനം. അഹ്ദിയത്തുൻ. അപ്പൊ ഉഖ്തുൽഹ അതിനെ നീ കൊല്ലൂ ബിഹിദാഇക. അഹ്ദിയത്തുൻ അല്ലേ വരിക? അഹ്ദിയത്തുൻ. അഹ്ദിയത്തുൻ കെട്ടുള്ളതായാണ്. അതെ അതെ. അഹ്ദിയത്തുൻ. ഉഖ്തുൽഹ ബിഹിദാഇക നിന്റെ ഷൂ കൊണ്ട് അതിനെ കൊല്ലൂ യാ ഹിശാം. എന്നിട്ട് ഡോട്ട് 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 കുറച്ച് കഴിഞ്ഞിട്ട് മരിച്ചോ? അത് മരിച്ചോ? നമ്മുടെ ഭാഷ പറഞ്ഞാൽ അത് ചത്തോ? ഹിശാം നാം മാത്തത്ത്. അതെ അത് മരിച്ചു. അപ്പൊ ഇവിടെ എന്താണ് സ്ത്രീലിംഗമാണ് ഉപയോഗിച്ചത്. നേരത്തെ എല്ലാം നമ്മൾ പറഞ്ഞു ഹിയ ഉപയോഗിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മാത്തത്ത്. മാത്തത്ത് തിൽക്കൽ അഖറബു എന്ന്. അഖറബ് മരിച്ചോ? ഞാൻ മാത്തത്ത്. അതെ അത് മരിച്ചു. ഇങ്ങനെ ഇജ്ലിസു യാ അബ്നാഇ. മക്കളെ ഇരിക്കൂ. അപ്പൊ കുട്ടികളാണ് കേട്ടോ. സ്റ്റുഡന്റ്. ഇവിടെ കുട്ടികൾ എന്ന അർത്ഥത്തിലാണ് അബ്ന ഉപയോഗിച്ചത്. അപ്പൊ അബ്ന എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സൺസ് എന്നാണ്. സൺ മകൻ. അബ്ന എന്ന് പറയുമ്പോൾ അതിന്റെ ബഹുവചനം അബ്ന മക്കൾ. അധ്യാപകൻ പറയുമ്പോൾ മക്കളെ കുട്ടികളെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇജ്ലിസു യാ അബ്നാഇ കുട്ടികളെ, മൈ ചിൽഡ്രൻ. സിറ്റ് ഡൗൺ ഓ മൈ ചിൽഡ്രൻ യാ അബ്നാഇ. അപ്പൊ എന്തായി? ഇജ്ലിസു എന്ന വാക്ക് കിട്ടി. ഇജ്ലിസു എന്ന വാക്കിൽ മധ്യത്ത് കസറുണ്ട്. കൽപ്പനക്രിയയിൽ മധ്യത്ത് കസറാണെങ്കിൽ അപൂർണക്രിയയിൽ മധ്യത്ത് എന്തായിരിക്കും? കസറായിരിക്കും. അപ്പൊ അതിന്റെ പൂർണ്ണക്രിയയിൽ എന്തായിരിക്കും? ജലസ. അപൂർണക്രിയയിൽ മധ്യത്ത് കസറാണെങ്കിൽ പൂർണ്ണക്രിയയിൽ മധ്യത്ത് ഫതഹായിരിക്കും. ജലസ. ഇജ്ലിസു യാ അബ്നാഇ ഇരിക്കൂ. ഇഖ്റഇ ദർസ. ഇഖ്റ എന്ന കൽപ്പനക്രിയ മധ്യത്ത് ഫതഹ് വന്നു. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ സമിയ യസ്മഉ എന്നാണോ. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഖറഅ എന്നാണ്. മധ്യത്ത് ഫതഹ് വന്നാൽ കൽപ്പനക്രിയയിലോ അപൂർണക്രിയയിലോ മധ്യത്ത് ഫതഹ് വന്നാൽ പൂർണ്ണക്രിയയിൽ എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച രീതിയിൽ റിവേഴ്സ് മൈൻഡിൽ നിന്നും മനസ്സിൽ നിന്നും നമ്മൾ പറഞ്ഞു പോകണം. ഖറഅ യഖ്റഉ എന്നാണോ അതല്ല സമിയ യസ്മഉ പോലെയാണോ എന്നത് പറഞ്ഞു നോക്കണം. ഫതഹ് യഫ്തഹു പോലെയാണോ സമിയ യസ്മഉ പോലെയാണോ എന്നുള്ളത് പറഞ്ഞു നോക്കണം. എന്നാലും അറിയാൻ പറ്റും. അതേസമയം കൽപ്പനക്രിയയിലോ അപൂർണക്രിയയിലോ മധ്യത്ത് കസറാണെങ്കിൽ പൂർണ്ണക്രിയയിൽ മധ്യത്ത് കസറാണെന്ന് മനസ്സിലാവും. അല്ല പൂർണ്ണക്രിയയിൽ മധ്യത്ത് ഫതഹായിരിക്കും. കാരണം ജലസ ഇജ്ലിസു അല്ലെങ്കിൽ പോലെയാണ്. ഇഖ്റഇ ദർസ യാ അലിയു. അലി പാഠം വായിക്കൂ. അലി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق. فعلي وايتو أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതുന്നിടത്ത് ബിസ്മിക്ക് ശേഷം എന്തില്ല? അലിഫില്ല. അത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പൂർണ്ണവാക്യം എഴുതുന്നിടത്ത് മാത്രമാണ്.
അതേസമയം അതല്ലാത്ത സമയങ്ങളിലെല്ലാം ബിസ്മി എഴുതുമ്പോൾ എന്തുണ്ട്? ബി കഴിഞ്ഞിട്ട് ഇസ്മാണ് എഴുതേണ്ടത്. അപ്പൊ ബി കഴിഞ്ഞിട്ട് അലിഫുണ്ട്. അതുകൊണ്ടാണ് യഖറ ബിസ്മി റബ്ബിക. അപ്പൊ യഖറവിന്റെ യഖറ ആണ് അവിടെ വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു യഖറ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അപ്പൊ ഒരേ പദം 2 പ്രാവശ്യം വന്നിട്ടുള്ള സന്ദർഭം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരേ പദം 2 പ്രാവശ്യം വന്നിട്ടുള്ള സന്ദർഭം എവിടെയും കണ്ടില്ല. ഈ ഖുർആൻ നമ്മൾ കൗതുകപൂർവ്വം വായിച്ചാൽ ഒരുപാട് കൗതുകമായ കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മളെ പഠനകാലത്ത് അങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ നമ്മൾ കണ്ടെത്തണം. എന്തൊക്കെയാണ് കൗതുകമുള്ളതെന്ന്. പഠിച്ചായിരുന്നോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാനു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. വേറെ എവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സമാനമായ ഒരേ പദം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അതെന്തായിരിക്കും? ഏതെങ്കിലും ഒരു കാരണം വെച്ചാൽ ഇടയിൽ ബ്രേക്ക് ഉണ്ടാവും. ഒന്നുകിൽ വഖഫായിരിക്കും, അല്ലെങ്കിൽ ആയത്ത് തീരുന്നതായിരിക്കും. അപ്പൊ യഖറ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവൻ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവൻ ആരാണോ അവൻ, ഖലഖ അവൻ സൃഷ്ടിച്ചു, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായവൻ ആരാണോ അവൻ. ബിസ്മി റബ്ബിക നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ. യഖറ നീ വായിക്കൂ. യഖറ ബിസ്മി റബ്ബിക നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ. അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ. അപ്പൊ ഇവിടെ പറഞ്ഞെന്താ? യഖറ എന്നാ പറഞ്ഞത്. റീഡ്. ഇവിടെ മഫ്ഊൽ ബിഹി ഇല്ല. എന്ത് വായിക്കണം എന്ന് പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞു യഖറ ദർസ എന്ന് പറഞ്ഞു, പാഠം വായിക്കാൻ പറഞ്ഞു. അള്ളാഹ് പറഞ്ഞത് എന്ത് ചെയ്തു? യഖറ ഖുർആൻ എന്നാ പറഞ്ഞത്, ഒന്നും പറഞ്ഞില്ല. യഖറ എന്ന് പറഞ്ഞാൽ റീഡ് എവരിതിങ്, എല്ലാം വായിക്കുക. കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാമാണോ കേട്ടിട്ടിരിക്കുന്നത് എല്ലാം നമ്മൾ വായിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നല്ലതിനെ ഫോളോ ചെയ്യുക, വേണ്ടാത്തതിനെ വേസ്റ്റ് ബോക്സിൽ ഇട്ടേക്കുക. നമ്മൾ പലതും വളരെ മനോഹരമായ, വളരെ മധുരമുള്ള പഴങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, വിവിധ ഇനം പഴവർഗ്ഗങ്ങളുണ്ടല്ലോ. ആ പഴവർഗ്ഗങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ എല്ലാം കഴിക്കുമോ? നമ്മൾ എല്ലാം കഴിക്കുന്ന ഭക്ഷണമുണ്ടെന്നുള്ള, പഴമുണ്ടെന്നുള്ള സംശയമാണ്. അതിൽ വേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ ആ പഴത്തെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പം നല്ലത് തിന്നണം, വേണ്ടാത്തത് കളയണം. ചിലതൊക്കെ വിഷപദാർത്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ചില പഴങ്ങളുടെ ഒപ്പം അതിലെ തോലായോ അതുമായി ബന്ധപ്പെട്ട് ഒക്കെ എന്താണ് വിഷപദാർത്ഥങ്ങൾ വരെ ഉണ്ടാവും. ചിലതിൽ മുള്ളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പഴങ്ങൾ അങ്ങനെ തിന്നാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? കേൾക്കുന്നത് അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങാൻ പാടില്ല. എന്ത് ചെയ്യണം? നല്ലത് എടുക്കുക, അല്ലാത്തത് കളയുക. കുറച്ച് മേപ്പോട്ട് പോവുക, കുറച്ച് താഴോട്ട് പോവുക, കുറച്ച് ഇപ്പുറത്തൂടെയും കളയുക. ഒരുപാട് ഓപ്പണിങ് വെച്ചിട്ടുണ്ട്. ഒന്ന് കേൾക്കുന്നതിന് കേട്ട് കഴിഞ്ഞാൽ മുകളിലോട്ട് വിടുക, കുറച്ച് താഴോട്ട് വിടുക, പിന്നെ അതിലേക്കൂടെ തന്നെ കളയുക. അപ്പോൾ എല്ലാം വായിക്കണം. എങ്ങനെയാ വായിക്കുന്നത്? ബിസ്മി നാമത്തിലാണ് വായിക്കുന്നത്. ആരുടെ നാമത്തിൽ? റബ്ബിക രക്ഷിതാവിന്റെ. ഹു ഈസ് ദ ക്രിയേറ്റർ? ആരാണ് മാനുഫാക്ചർ ചെയ്തത്? മാനുഫാക്ചറിന്റെ നാമത്തിലാണ് വായിക്കേണ്ടത്, അല്ലാതെ സൃഷ്ടികളുടെ നാമത്തിലല്ല വായിക്കേണ്ടത്. ചില ആൾക്കാർ പറയും ഞാൻ ഈ നാടിനെ സ്നേഹിക്കുന്നു, ഈ നാടിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയും. ഈ നാട് എൻ്റെ അമ്മയാണ്, എൻ്റെ പെറ്റമ്മയാണ്, പോറ്റമ്മയാണ്, കടലമ്മ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെയൊന്നും സംഭവമില്ല. ഇന്നെ ആരാണോ സൃഷ്ടിച്ചത് അവന്റെ നാമത്തിലാണ് വായിക്കുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അപ്പൊ അല്ലദീ ഖലഖ എന്ന് പറഞ്ഞെടുത്ത് മഫ്ഊൽ ബിഹി പറഞ്ഞില്ല. ഇതൊക്കെ ഖുർആൻ നമ്മൾ സൂറത്തുൽ അലഖ് ആദ്യം പഠിച്ചതുപോലെയല്ല പിന്നെ പഠിക്കുക.
അല്ലേ? സൂറത്തുൽ അലക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. അന്ന് പഠിച്ചപ്പോൾ കേൾക്കാത്ത, മനസ്സിലാകാത്ത, മനസ്സിൽ വരാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇതൊന്നും അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. രണ്ടാമത് അല്ലദീ ഖലഖ എന്ന് പറഞ്ഞെടുത്ത് മഫ്ഊൽ ബിഹി പറഞ്ഞിട്ടില്ല. ആരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞോ? ഖലഖൽ ഇൻസാൻ ആദ്യം പറഞ്ഞെടുത്ത് ഖലഖൽ ഇൻസാൻ എന്ന് പറഞ്ഞില്ല. അതേപോലെ ഖലഖൽ അർദ എന്ന് പറഞ്ഞില്ല. ഖലഖൽ സമാവാത്ത് എന്ന് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. അപ്പൊ അല്ലദീ ഖലഖ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് എവ്രിതിങ്, മാനുഫാക്ചർഡ് എവ്രിതിങ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ ആരാണോ അവന്റെ നാമത്തിലാണ് വാക്യം. പിന്നീട് പറഞ്ഞു നിന്നെ തന്നെയും സൃഷ്ടിച്ചിരിക്കുന്ന ഖലഖൽ ഇൻസാന, മനുഷ്യ നിന്നെ തന്നെയും സൃഷ്ടിച്ചിരിക്കുന്ന എവിടെ നിന്നാണ്? മിൻ അലഖ്, അലക്കിൽ നിന്നാണ്. ഡോക്ടർമാരോ അതുമായി ബന്ധപ്പെട്ടവരോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഗോട്ട് എന്ത് ചെയ്യുന്നത്? സൈഗോട്ട് ഇൻഡിപെൻഡന്റ് അല്ല. സൈഗോട്ട് എന്ത് ചെയ്യാണ്? ഡിപ്പെൻഡ് ചെയ്യാണ്. ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ അലക്ക് ഗൾഫിലുള്ളവർക്ക് അറിയാൻ പറ്റും. അലക്ക് ചിലപ്പോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിയിട്ട് ബാക്കി ചില്ലറ തരാനില്ലെങ്കിൽ അലക്ക് തരട്ടെ എന്ന് ചോദിക്കും. ഗമ്മ് ബബിൾ ഗമ്മിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അൽക്കാണ് പറയുമ്പോൾ കാഫെന്ന് നമുക്ക് ഉച്ചരിക്കുമ്പോൾ തോന്നൂല. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും വാക്കാണെന്ന് വിചാരിക്കും. ഈ സംഭവമാണ്, അലക്കാണ് സംഭവം. അപ്പൊ ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒട്ടിപ്പിടിക്കുന്നത് സംഭവം എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് പണ്ട് ആൾക്കാർ രക്തപിണ്ഡം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയല്ല, സൈഗോട്ട് ഇൻഡിപെൻഡന്റ് അല്ല. അവിടെ ആളുടെ പിടിച്ചിരിക്കുകയാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ ആളുടെ പിടിച്ചിരിക്കുക, ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നീടാണ് അതിനെന്ത് ചെയ്യുന്നത്? കണക്ഷൻ വരുന്നത്. അട്ട പിടിക്കുന്നത് പോലെ. അത് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? പൊക്കിൾ കൂടി ഉണ്ടാകുന്നത്. ആദ്യം എന്താണ്? സ്വതന്ത്രമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ സ്വതന്ത്രമായ അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്യാണ്? അതവിടെ ആളുടെ പിടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു? പിന്നെ കണക്ടിവിറ്റി ഒക്കെ ഉണ്ടാവുന്നു. യാ ഉസ്താദു, അലി തന്നെ പറയുകയാണ് കേട്ടോ. യാ ഉസ്താദു, ഹഫിൾതു ഹാദിഹി സൂറത, ഉസ്താദ് ഹഫിൾതു ഹാദിഹി സൂറത, ഞാൻ ഈ അധ്യായം ഹിഫ്ള് ചെയ്തിട്ടുണ്ട്, ഹിഫ്ളാക്കിയിട്ടുണ്ട്. അയ്യ സൂറത്തിൻ അഹ്ഫളു ബഅദഹ, ഞാൻ അതിന് ശേഷം ഏത് സൂറത്താണ് ഹിഫ്ളാക്കേണ്ടത്? അപ്പോ ഇവിടെ ശ്രദ്ധിച്ചു വായിക്കുക. ഹഫിൾതു, ഞാൻ ഹിഫ്ളാക്കി. ഹാദിഹി, ഇതിന് സൂറത്ത, ഈ സൂറത്തിനെ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഹാദിഹി ആദ്യം ഉപയോഗിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? അത് മഫ്ഊൽ ബിഹിയാക്കി ഉപയോഗിക്കണം. ഹഫിൾതു ഹാദിഹി എന്ന് പറഞ്ഞപ്പോ തന്നെ ഹാദിഹി എന്താണ്? യഥാർത്ഥത്തിൽ മഫ്ഊൽ ബിഹിയാണ്. ഞാൻ ഇതിനെ ഹിഫ്ളാക്കി. പക്ഷെ അവിടെ നെസ്ബ് കാണാത്തത് അല്ലെങ്കിൽ ഫതഹത്ത് കാണാത്ത കാര്യം, ഹാദിഹി എന്നത് എപ്പോഴും എന്താണ്? അന്ത്യം ഉറച്ചതാണ്. അസ്മാഉൽ ഇഷാറത്തി, ഇഷാറ, എല്ലാ ഇഷാറയിലെ നാമങ്ങളും എന്താണ്? അന്ത്യം ഉറച്ചതാണ്. എല്ലാ സർവനാമങ്ങളും അന്ത്യം ഉറച്ചതാണ്. എല്ലാ ഹർഫുകളും അന്ത്യം ഉറച്ചതാണ്. നമ്മൾ അല, ബി, മിൻ, ഇല എന്നൊക്കെ പറയുന്ന ഹർഫുകളെല്ലാം അന്ത്യം ഉറച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് അന്ത്യം ഉറച്ചതായതുകൊണ്ട് ഹാദിഹി എപ്പോഴും ഹാദിഹി തന്നെ ആയിട്ടായിരിക്കും. ഹാദിഹി എന്നത് ഹാദഹ അല്ലെങ്കിൽ ഹാദഹി എന്നൊന്നും ഉണ്ടാവില്ല. ഹാദു, ഹാദിഹി എന്നുള്ളത് ഹാദിഹ എന്നൊന്നും വരില്ല. എപ്പോഴും ഹാദിഹി ഹാദിഹി തന്നെ. പിന്നെ ഹാദിഹിക്ക് പകരമാണ് വേറെ, ദാലിക്കാണെങ്കിൽ ദാലിക്ക, അല്ലെങ്കിൽ ഹാദ എന്ന് പറയുകയാണെങ്കിൽ ഹാദ, അവിടെ വേറെ സംഭവം. ഈ ഹാദിഹി എന്നുള്ള എപ്പോഴും ഹാദിഹി തന്നെ. പിന്നെ സൂറത്ത് മഫ്ഊൽ ബിഹി ആയിരിക്കണം, അല്ലെങ്കിൽ ഹാദിഹിക്ക് പകരമാണ് പിന്നെ മഫ്ഊൽ സൂറത്ത് വരുന്നത്. ഇതിനെ ഞാൻ ഹിഫ്ളാക്കി. ഇത് എന്ന് പറഞ്ഞാൽ ഏതാണ്? അതായത് ഈ സൂറത്ത്. അപ്പൊ അതിന്റെ ബദലായിട്ടാണ് ആദിഹി വരുമ്പോൾ, ആദിഹിയാണ് അതിന്റെ എന്താണോ അതിന് സ്ഥാനം, ആ സ്ഥാനം തുടങ്ങും. പിന്നീട് അതിന്റെ ബദലായിട്ടാണ് അൽ ഉള്ള നാമം വരുന്നത് കേട്ടോ. ആദിഹിക്ക് ശേഷം അൽ ഉള്ള നാമം വരും. അതായത് ഹാദിഹി, ഹാദ, ഹാദിഹി, ദാലിക, ഉലൈക, ഇതെല്ലാം എപ്പോഴും എന്താണ്?
മഅരിഫയായിരിക്കും. സർവനാമങ്ങളെല്ലാം മഅരിഫയാണ്. അതേപോലെ അസ്മാഉൽ ഇഷാറ കുല്ലുഹ മഅരിഫത്തുൻ. നമ്മൾ മഅരിഫയും അല്ലാത്തതും പഠിച്ചല്ലോ. അത് സ്പെസിഫിക് നൗണാണ്. ഹി, അവൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? അത് സ്പെസിഫിക് ആണ്. സർവനാമങ്ങളെല്ലാം സ്പെസിഫിക് നൗണാണ്. ഇതാ ഉള്ളത് പോലെയാണ്, അൽ ഉള്ളത് പോലെയാണ്. അതേപോലെ അസ്മാഉൽ ഇഷാറത്തി, നമ്മൾ ചൂണ്ടി പറയാനുള്ള എല്ലാ നാമങ്ങളും എന്താണ്? ഇതെല്ലാം എന്താണ്? മഅരിഫയാണ്, അൽ ഉള്ളതിന് തുല്യമാണ്. അപ്പൊ ആദിക്ക് ശേഷം അല്ലുള്ള നാമം വന്നാൽ ആദിഹി അധികമാണ്, അല്ലെ? എന്ന് പറഞ്ഞാൽ അത് ബദലായിട്ടാണ് വന്നത്. ഹാദിഹിക്ക് ബദലായിട്ടാണ് അടുത്ത നാമം വരിക. ഹഫിൾതു ഹാദിഹി അസ്സൂറത, ഈ അധ്യായം ഞാൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. അയ്യ സൂറത്തിൻ അഹ്ഫളു ബഅദഹ, എന്തുകൊണ്ട് അയ്യ എന്ന വാക്ക് വന്നു? എന്തുകൊണ്ട് അയ്യു അല്ലെങ്കിൽ അയ്യി എന്ന് വന്നില്ല? മഫ്ഊലായത് കാരണം. മഫ്ഊലാണ്. അപ്പോ പിന്നീട് അയ്യ എന്നുള്ള ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ആദ്യം കൊണ്ടുവന്നതാണ് കേട്ടോ. അഹ്ഫളു അയ്യ സൂറത്തിന് എന്നാണ് ശരിക്കുള്ളത്. അഹ്ഫളു ഞാൻ ഇവളാക്കുന്നു, അയ്യ സൂറത്തിന് ഏത് അധ്യായം എന്നാണ്, അങ്ങനെയാണ് ശരിക്കുള്ളത്. പക്ഷെ ചോദ്യമായതുകൊണ്ട് ചോദ്യപദത്തെ ആദ്യം കൊണ്ടുവരണം. അതുകൊണ്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സൂറത്തിന് എന്തുകൊണ്ട് കസർ വന്നു? അയ്യിന് ശേഷം അയ്യു ഷെയ് വന്നാലും കസർ കൊടുക്കണം. അയ്യിന് ശേഷം അയ്യു വന്നാലും കസർ കൊടുക്കണം. അയ്യിന് ശേഷം അയ്യു വരൂ. എന്ത് വസ്തു വന്നാലും കസർ കൊടുക്കണം. ഓക്കെ. അയ്യ്, കുല്ല്, അതൊക്കെ അതേപോലെ ഉള്ള സംഗതിയാണ്. അയ്യ സൂറത്തിന് അഹ്ഫളു ബഅദഹ, അതിനുശേഷം ഞാൻ എന്താണ്, ഏത് സൂറത്താണ് ഹിഫ്ളാക്കേണ്ടത്? അൽ മുദരിസ് യഹ്ഫൾ സൂറത്ത തീനി. അപ്പൊ യഹ്ഫൾ എന്നതാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ട വിഷയം. ഇത് പറയാൻ വേണ്ടിയാണ് നേരത്തെയുള്ള ഈ വാചകം ഇവിടെ ചേർത്തത്. ഈ വാക്യത്തിൽ യഖ്റ എന്ന കൽപ്പനക്രിയുണ്ട്. ഇവിടെ യഹ്ഫൾ, നീ മനപ്പാടമാക്കൂ. അപ്പൊ യഹ്ഫൾ എന്നിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, യഹ്ഫൾ എന്ന വാക്ക് നേരത്തെ ഒന്നുമില്ല. യഹ്ഫൾ എന്താണ്? കൽപ്പനക്രിയയാണ്. അതിന്റെ പൂർണ്ണക്രിയ എന്താണ്? ഹഫിളയാണ്. അപ്പൊ നമ്മൾ യഹ്ഫൾ എന്നത് ഹഫിളയാണ് എന്ന് വരാൻ വേണ്ടി, അത് പെട്ടെന്ന് നമ്മളെ മനസ്സിൽ നിന്ന് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഈ 6 രൂപങ്ങളൊക്കെ പറഞ്ഞു പഠിക്കുന്നത്. ഹാഫിള, യഹ്ഫളു, യഹ്ഫൾ, ഹാഫിളൻ, മഹ്ഫൂളൻ, ഹേഫുളൻ. ഇത് പറഞ്ഞു പിടിച്ചവരികെ ഹഫിളയാണ് അതിന്റെ പൂർണ്ണക്രിയ എന്ന് പെട്ടെന്ന് കിട്ടുള്ളൂ. യഹ്ഫൾ സൂറത്ത തീനി. അപ്പൊ സൂറത്ത് മഫ്ഊൽ ബിഹിയാണ്. യഹ്ഫൾ എന്ന വാക്ക് അല്ലെങ്കിൽ ആ ഫിഅലിന്റെ മഫ്ഊൽ ബിഹിയാണ് സൂറത്ത്. പിന്നെ സൂറത്തിന് ശേഷം വരുന്നതിൽ എപ്പോഴും എന്തായിരിക്കും? ഇളാഫത്തായിട്ടായിരിക്കും വരിക. 2 കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു. ഓർമ്മയുണ്ടോ? ഇളാഫത്തായിട്ടായിരിക്കും വരിക. നിർബന്ധമായിട്ടും ഇളാഫത്തായിട്ട് വരുന്ന 2 സന്ദർഭം പറഞ്ഞായിരുന്നു. ഒന്ന് ഖുർആനിലെ അധ്യായത്തിന്റെ പേര്, അതേപോലെ നമസ്കാരത്തിന്റെ പേര്, അതേപോലെ എന്താണ്, ആഴ്ചയുടെ പേര്. യൗമുൽ സബ്തി, യൗമുൽ ജുമുഅത്തി, യൗമുൽ ഇസ്നൈൻ. യൗമുൽ ഇസ്നാനി എന്ന് പറയാത്ത എന്താ? അല്ല, അതെ, ഖുർആനിലെ അധ്യായത്തിന്റെ പേര്, പിന്നെ ഖുർആനിലെ അധ്യായത്തിന്റെ പേര്, ദിവസങ്ങളുടെ പേര്, നമസ്കാരത്തിന്റെ പേര്, ഇതൊക്കെ വരുന്നിടത്ത് ഇളാഫത്തായിട്ടാണ് വരിക. ഉദാഹരണം സൂറത്തുൽ ബഖറത്തി, അല്ലേ? അതേപോലെ സ്വലാത്തുൽ അസ്രി, സ്വലാത്തുൽ അസ്റ എന്ന് പറയൂല, സ്വലാത്തുൽ ളുഹ്രി, സ്വലാത്തുൽ ളുഹ്റ എന്ന് പറയൂല. സ്വല്ലൈതു സ്വലാത്തുൽ ളുഹ്രി. അപ്പൊ ആ സ്വലാത്തിനാണ് മഫ്ഊൽ ബിഹി ആയിട്ട് വരുന്നത്. സ്വല്ലൈതു, ഞാൻ നമസ്കരിച്ചു. എന്ത് നമസ്കരിച്ചു? സ്വലാത്ത അൽ ളുഹ്രി, ളുഹ്റിന്റെ നമസ്കാരം. അപ്പോൾ സ്വലാത്ത് എന്ന വാക്കാണ് മഫ്ഊൽ ബിഹി ആയിട്ട് വന്നത്.
പിന്നീട് ലൊഹറിനെ ആ സ്വലാത്തിനെ ലൊഹറിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടാണ് പറയുക. അതേപോലെയാണ് ഇവിടെ ഹഫിൽതു എന്താ പറഞ്ഞത്, ഖുർആന ഹഫിൽതു ഹാദിഹി സൂറത്ത. അപ്പൊ ഇവിടെ ഹാദിഹി വന്നുകൊണ്ടാണ് ഈ സൂറത്ത് ഡയറക്റ്റ് തന്നെ എന്ത് വന്നത്, അപ്പോൾ ബി ആയിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്ത് പറഞ്ഞു, അയ്യ സൂറത്തിൻ അഹ്ഫലു അതിനുശേഷം യഹ്ഫൽ സൂറത്തീനി, യഹ്ഫൽ നീ ഹിഫ്ലാക്കൂ, കൽപ്പനക്രിയ. നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ഇവിടെ മദ്യത്ത് ഫതഹായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അലിഫിനെ കസർ കൊടുത്തത്. മദ്യത്ത് ലമ്മാണെങ്കിൽ മാത്രമേ കൽപ്പനക്രിയയ്ക്ക് വേണ്ടി ചേർക്കുന്ന അലിഫിന് ലമ്മ കൊടുക്കുള്ളൂ. ബാക്കി എല്ലാ സന്ദർഭം എന്ന് പറഞ്ഞാൽ മദ്യത്ത് ഫതഹാണെങ്കിലും മദ്യത്ത് കസറാണെങ്കിലും എന്തായിരിക്കും കൊടുക്കുക, തുടക്കത്തിൽ കൽപ്പനക്രിയയ്ക്ക് വേണ്ടി കൊടുക്കുന്ന അലിഫിന് കസറായിരിക്കും. കൽപ്പന യഖ്റ, ഹഫിള യഹ്ഫളു കൽപ്പന യഹ്ഫൾ, ജലസ യജ്ലിസു കൽപ്പന ഇജ്ലിസ്. അപ്പൊ യഹ്ഫൾ സൂറത്ത് തീനി, അപ്പൊ തീനിന് കസറാണ്. തീന് കസർ വരാൻ കാരണം അധ്യായത്തിന്റെ പേര് ആയതുകൊണ്ട്. സൂറത്ത് തീനി അത് സൂറത്തിനോട് ചേർത്ത് പറയുമ്പോഴാണ് കേട്ടോ. ഖുദ് ദഫ്തറക യാ ഹാദാ വക്തുബ് ഫീഹി സൂറത്തുൽ അലഖി. ഖുദ് ദഫ്തറക, ഇവിടെ അണ്ടർലൈൻ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യണം. എന്തൊക്കെ ലൗൻ ആഖർ കലമൻ മുവല്ലിലുൻ ബിലൗനിൻ ആഖർ, വേറൊരു കളറിലുള്ള ഹൈലൈറ്റർ ഉണ്ടോ? നേരത്തെ എല്ലാം നമ്മൾ കൽപ്പനക്രിയ എല്ലാം ഹൈലൈറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഒരു കളർ കൊണ്ട് മധ്യത്ത് ലമ്മുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യാമായിരുന്നു. യഖറ വന്നപ്പോഴത്തേക്ക് അവിടെ ഫേല് മാവി ഫതഹാണ്. അപ്പൊ മാവിയിൽ മധ്യത്ത് ഫതഹും യഖറ അതിന്റെ മുദാരിയിലും ഫതഹാണ്. അപ്പൊ അവിടെ യഖറ എന്ന് വന്നു. പിന്നെ ഇവിടെ ഹഫിള ആണ് അതിന്റെ മാവ്, സമീയ ഗ്രൂപ്പാണ്. അതിന്റെ അപൂർണക്രിയ യഹ്ഫളു എന്നാണ്. കൽപ്പനക്രിയ വന്നപ്പോൾ യഹ്ഫൽ എന്നാണ് വന്നത്. അപ്പൊ മധ്യത്ത് ഫതഹ വന്നു. അത് വേറെ കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാം. അതേപോലെ അടുത്ത ഒരു കൽപ്പനക്രിയ എന്തായാലും വേറെ കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്, ഹുദ് എന്ന വാക്ക്. അപ്പൊ നമ്മളിത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഇതിൽ ഒരു അസഹ്യതയും തോന്നില്ല, നമുക്ക് പ്രയാസം തോന്നില്ല. ഹുദ് എന്നുള്ളതിന്റെ പൂർണ്ണക്രിയ എന്താണ്? അഹദയുടെ എന്താണ് ഹുദ് എന്നുള്ളത്? ഫിഅലുൽ അംർ. ഫിഅലുൽ അംർ കേട്ടോ, ഫിഅലുൽ അംർ. ഇപ്പൊ ഈ സർഫും നഹ്വും ഒക്കെ യൂട്യൂബിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ പഠനം എത്രത്തോളം സിമ്പിളാണ്, അവർ പഠിപ്പിക്കുന്ന പാലു എന്നുള്ളത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തായാലും അണ്ടർസ്റ്റാൻഡ് ഖുർആൻ വന്നതോടുകൂടി ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ഒരു സുപ്രധാനമായ വഴിത്തിരിവാണ് ജനങ്ങൾ അറബി ഭാഷ പഠിക്കാൻ തുടങ്ങിയത്. സർഫും നഹ്വും ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. എനിവേ, ഇഹ്ഫാൽ സൂറത്തിന് ഖുദ് ദഫ്തറക. അപ്പോൾ ഖുദ് എന്നുള്ളതിന്റെ കൽപ്പനക്രിയ അതിന്റെ പേര് മാവി അഹദയാണ്. പേരിൽ മാവി അഹദയാണ്. അതിന്റെ മുദാരി യഅഖുദു എന്നാണ്, യഅഖുദു എന്നാണ്. അപ്പൊ അതെല്ലാം കളഞ്ഞിട്ടാണ് രണ്ടക്ഷരം മാത്രം എടുത്തിട്ട് ഖുദ് എടുത്തിരിക്കുന്നത്. അതേപോലെയുള്ള വാക്കുകൾ പലതും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലെടുത്ത് ഇതിനെ എഴുതണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വർക്ക് ബുക്കിൽ എടുത്തെഴുതിയിട്ട് ഖുദിനെ എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യണം, അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള നേരത്തെ നിങ്ങൾ പഠിച്ചതും ഓർമ്മയുള്ളതുമായ ക്രിയകളൊക്കെ അവിടെ എടുത്തെഴുതുക. ഖുദ് പോലുള്ള കൽപ്പനക്രിയയുള്ള ഒരു ക്രിയ പറയും. ലോ ഉണ്ട്, അത് പിന്നെ ലമ്മല്ല, ലോ നമ്മളത് പറയും. എന്താണ് കിഫിന് എവിടെയാ ലമ്മുള്ളത്? അപ്പൊ നമ്മള് ക്ലാസ് ഓവർ ആയതുകൊണ്ട് കിഫ് എന്ന് പറഞ്ഞാണ് അതിന്റെ അടുത്ത് നിങ്ങള്. അങ്ങനെയല്ല. വേഗം പറയൂ. ഇപ്പൊ ഒരുപാടെണ്ണം കിട്ടി അല്ലേ?
ഏ അതെ കുൽ യാ ഷേഖ് എന്ന് പറഞ്ഞപ്പോ കിട്ടി. കുൽ കുൽ അപ്പൊ അങ്ങനെ ഉണ്ട്, ഒരുപാടുണ്ട്. കൊല്ലുണ്ട്, കുല്ലുണ്ട്. ഇന്നു എന്ന് പറയുന്നതും പറയൂ എന്ന് പറഞ്ഞിടത്തൊക്കെ ഒരുപാട് വാക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാക്കൊക്കെ എടുത്ത് നിങ്ങൾ വർക്ക് ബുക്കിൽ എടുത്ത് വർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ നേരത്തെ വർക്കല്ല, ഇൻട്രസ്റ്റ് വേണ്ടി വർക്ക് ചെയ്തതല്ല, ഇതിനു വേണ്ടി പ്രത്യേകം വർക്ക് ചെയ്യണം. ദഫ്തറക ഹാദ, നിന്റെ ഈ പുസ്തകം എടുക്കൂ. ദഫ്തറക ഹാദ നമ്മൾ മുമ്പ് പഠിച്ച വാക്കാണത് കേട്ടോ. ഹാദ എന്ന വാക്ക് ചേർന്ന് വരും, അതിനോട് അനുബന്ധമായി വരും എന്നത്. ദഫ്തറക ഹാദ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്റെ അർത്ഥം? നിന്റെ ഈ പുസ്തകം എടുക്കൂ, നിന്റെ ഈ പുസ്തകം എടുക്കൂ. നിന്റെ ഈ പുസ്തകം എടുക്കൂ. ദഫ്തറക ഹാദ, നിന്റെ ഈ പുസ്തകം എടുക്കൂ. വക്തുബ് ഫീഹി സൂറത്തൽ അലഖി, വക്തുബ് ഫീഹി, അതിൽ നീ എഴുതൂ. സൂറത്തൽ അലഖി. ഇപ്പൊ ഇവിടെ നോക്കുക, വക്തുബ് എന്നത് അതിന് മുമ്പ് വാ ചേർന്ന് വന്നപ്പോൾ ഹംസത്തുൽ വസ്ൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ, വേറെ കളർ വെച്ച്. അപ്പൊ എത്ര കളറുണ്ട് നിങ്ങളുടെ അടുത്ത്? രണ്ടിലധികം കളർ ഹൈലൈറ്റ് ചെയ്യാനുള്ള ആരൊക്കെ ഉണ്ടെന്ന് കൈ ഹാൻഡ് റൈസ് ചെയ്തേ കാണട്ടെ. ആരൊക്കെയാണ് പഠിക്കാൻ വേണ്ടി ക്ലാസ് വന്നു? വാങ്ങിട്ട് വേണം. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു 1 ഡസൻ വാങ്ങിക്കോ. മാഷാ അല്ലാ, മാഷാ അല്ലാ. നാസറിന്റെ കയ്യിലുണ്ട്. അല്ല, എഴുതുമ്പോഴേ അതിന്റെ പോവാണ്. എന്ത് പോണ്? എഴുതാൻ പറ്റാതെ ആവാണ്, ഉണങ്ങിയിട്ട്. അപ്പൊ അത് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് എന്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരില്ലേ? നമ്മൾ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഹൈലൈറ്റർ എന്ന് പറയുന്നത് എപ്പോഴും പെട്ടെന്ന് ഡ്രൈ ആകുന്ന സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് തുറന്ന് അതിന്റെ ബാക്കിൽ അടച്ചു വെച്ചിട്ടല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം പൈസ നമ്മൾ ചെലവഴിക്കുന്നു. അതോ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വിശാലമായ സ്ഥലം വേണം, വിശാലമായ സൗകര്യം വേണം. ഉടനെ തന്നെ ഓപ്പൺ ചെയ്യുന്നു, അപ്പോഴത്തന്നെ അടച്ചു വയ്ക്കുന്നു, ഉപയോഗിക്കുന്നു, അപ്പോഴത്തന്നെ അടച്ചു വയ്ക്കുന്നു. അല്ലെ? മാഷന്മാർ എഴുതുന്ന കണ്ടില്ലേ? നിങ്ങളും വൈറ്റ് ബോർഡിൽ എഴുതുന്ന കണ്ടില്ലേ? വൈറ്റ് ബോർഡിൽ എഴുതുമ്പോഴത്തേക്ക് ഒരു കയ്യിൽ അതിന്റെ ക്യാപ്പ്, മറു കയ്യിൽ അതിന്റെ ഇതും ഉണ്ടാവും, പെന്നും ഉണ്ടാവും, അപ്പോഴത്തന്നെ അടച്ചു വെക്കുകയാണ്. നമ്മളെന്തിൽ എന്ത് ചെയ്യണം? ഫെമിലിയർ ആകണം. നിങ്ങളെ ക്ലിനിക്കിൽ നോക്കുക, നിങ്ങളെ ക്ലിനിക്കിൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഓരോന്നും ഉപയോഗിച്ചാൽ തിരിച്ചു വെക്കുന്ന സ്ഥലമില്ലേ? ഉണ്ടല്ലേ? അപ്പൊ അതേപോലെ എന്ത് ചെയ്യണം? ഹൈലൈറ്റർ ഉപയോഗിക്കുമ്പോൾ അപ്പോഴത്തന്നെ അടച്ചു വെക്കണം. അതേപോലെ നമ്മൾ കറക്ഷൻ പെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതും അപ്പോഴത്തന്നെ അടച്ചു വെക്കണം. പക്ഷെ കറക്ഷൻ പെന്ന് അതിന്റെ ടിപ്പ് മാറ്റിയാൽ ചിലപ്പോൾ ഒരു പക്ഷെ ഒന്ന് കുത്തയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്ത് വരും. അതേസമയം ഹൈലൈറ്റ് പെട്ടെന്ന് ട്രൈ ആയിപ്പോവും. നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പെന്നാണ്? മാർക്കർ. പെർമനന്റ് മാർക്കർ ആണെങ്കിൽ അത് എന്തായിരിക്കും? പെർമനന്റ് മാർക്കർ ഡ്രൈ ആവുന്നതാണ്. അപ്പൊ ഉടനെ ഉപയോഗിച്ച ഉടനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്ന അതേപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. അല്ലേ? അതുപോലെ CD റൈറ്റർ ഉണ്ടോ? CD റൈറ്റർ നമ്മൾ ഈ ടോപ്പ് എപ്പോഴും ഇവിടെ തിരിച്ചു വെച്ച് ഉപയോഗിക്കാൻ പാടില്ല. തിരിച്ചു വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മളെ അവിടെ ഇടും. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഉപയോഗിച്ച ഉടനെ അത് തിരിച്ച് ഒരു കയ്യിൽ അതിന്റെ ടോപ്പ് ഉണ്ടാവണം, ഒരു കയ്യിൽ പെൻ ഉണ്ടാവണം. ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ ഓഫ് ചെയ്തിട്ട് ഇടേണ്ടത്. അങ്ങനെ നിങ്ങൾ ഓഫീസിൽ വന്നാൽ ഒരുപാട് സംഗതി അങ്ങനെ കാണാം, അല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ ഉപയോഗിച്ച് ശീലിക്കണം. ഇനി അത് ഡ്രൈ ആയി പോട്ടെ, 25 രൂപ പോയിട്ടുള്ളൂ, ബാക്കി ഇനിയും നമ്മൾ ഇഷ്ടം പോലെ അല്ലാതെ തന്നിരിക്കുന്നു. ഓക്കെ, ഇത് വേറെ കളറുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യണം. അതേപോലെ വക്തുബ് വേറെ കളറുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യണം. അപ്പൊ എന്തായി? അപ്പൊ കൽപ്പനക്രിയക്ക് വേണ്ടി ചേർക്കുന്ന അലിഫ് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്നതാണ്. കാരണം അത് എന്തല്ല, ഒരു ആ ഫിഅലിന്റെ ഭാഗമല്ല, അതിന്റെ അസ്ലിയായ അക്ഷരമല്ല. അത് ഹംസത്തുൽ വസ്ൽ ചേർത്ത് വായിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. ചേർത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ആ ചേർത്ത് വായന ഉണ്ടാവുള്ളൂ. അല്ലാതെ അതിന്റെ സിയാഖുൽ കലിമ എന്ന് പറയും, ആ വാക്ക് ചേർത്ത് വായിച്ചു പോകുമ്പോൾ അതിന് ചലനമില്ല. വക്തുബ്
വക്തുബ് ഫീഹി സൂറത്തുൽ അലക്ക്, അതിൽ നീ എന്ത് ചെയ്യണം? സൂറത്തുൽ അലക്ക് എഴുതുക. യാ അബാ ബക്കറിൻ, എന്തുകൊണ്ട് അബൂബക്കർ എന്ന് പറയാഞ്ഞത്? അവിടെ ഇത് പറഞ്ഞു, എന്താ പറയാ, ഇലാഫത്ത്. അപ്പൊ ഇലാഫത്തുള്ള വാക്കിനെ ഈ നിദാ ചെയ്തത് കൊണ്ട് നിദാ. നിദാ വിളി, നിദാ നിദാ ഖുർആനിൽ വായിച്ചിട്ടില്ലേ? നിദാ ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ നിദാ? ഉണ്ട്. വിളിയും തെളിയുമില്ല, വിളിയും തെളിയുമില്ല ബക്കറയില. അപ്പൊ എന്താണ് നിദ എന്നാ പറയാ? യാ നിദാന്റെ യാ. തെളിയുമില്ലാതെ മറ്റൊന്നുമല്ലാന്നോ? വിളിയും തെളിയും എന്നൊക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതല്ല എന്നാണ് വിളിയും. അപ്പൊ വിളിയും എന്ന് പറഞ്ഞാൽ വിളിയാണ്, അവിടെ നിദ എന്ന് പറഞ്ഞാൽ വിളിയാണ്. ഓക്കെ, അപ്പൊ യാ ഇവിടെ നിദാന്റെ യായാണ്. നിദാന്റെ യാ വന്നപ്പോഴത്തേക്ക് അബാബക്കറിൻ. അപ്പൊ അബൂബക്കർ എങ്ങനെ പറയും? അബൂബക്കർ പറയുന്ന ഒരു സെൻസ് പറഞ്ഞു ഞങ്ങള്. യാ ഇല്ലാതിരുന്നാ പോരെ അബൂബക്കർ പറയുമ്പോ? അബൂബക്കർ. അപ്പം എന്ത് ചെയ്യണം? യാ ഇല്ലാത്ത വാക്ക് പറയും. ഈ ബുക്ക് അബൂബക്കറിന്റെ, ഹാദൽ കിതാബു അബൂബക്കറിൻ. ഹാദൽ കിതാബു അബൂബക്കർ, ഈ പുസ്തകം അബൂബക്കർ ആകുന്നു. അങ്ങനെയാണോ? അല്ല, അബൂബക്കറിൻ. അബൂബക്കറിൻ അബൂബക്കറിൻ എന്ന് പറഞ്ഞാൽ ബക്കറിന്റെ വാപ്പ എന്നേ പറഞ്ഞുള്ളൂ. അത് ശരി. അപ്പൊ എങ്ങനെയാ പറയാ? നിങ്ങൾ ഉദ്ദേശിച്ച വാക്കാണെങ്കിൽ ഹാദൽ കിതാബു ലി അബീ ബക്കർ എന്നാണ് പറയേണ്ടത്. ഈ പുസ്തകം അബൂബക്കറിന്റേതാണ്. അപ്പൊ അവിടെ അബൂബക്കർ അല്ല വരിക, അബീബക്കര വരിക. നിങ്ങൾ ഉദ്ദേശിച്ച ആശയം ഈ പുസ്തകം അബൂബക്കറിന്റേതാണ് എന്നാണ്. അങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ, ഉദ്ദേശിച്ചത് അതാണെങ്കിൽ പറയേണ്ടത് ഹാദൽ കിതാബു ലി അബീ ബക്കറിൻ, ഈ പുസ്തകം അബൂബക്കറിന്റേതാണ്. ലി പൊസഷൻ പറയാൻ വേണ്ടി ലീ ഉപയോഗിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. ഉടമസ്ഥൻ ഉപയോഗിക്കാൻ വേണ്ടി ലീ ഉപയോഗിക്കുന്നു. അപ്പൊ എന്തായി? അബൂബക്കറിന് അബീബക്കർ എന്നായി. ലീ വന്നപ്പോ കെസ്ർ കൊടുക്കണം. ലീ വന്നപ്പോ കെസ്ർ കൊടുക്കണം. ലീ അബീബക്കറിൻ. അപ്പൊ നമ്മൾ അബൂബക്കറിനെ പറയും മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. കാല അബൂബക്കറിൻ. അബൂബക്കർ പറഞ്ഞപ്പോ കാലയുടെ കർത്താവാണ് അബൂബക്കർ. അപ്പൊ അബൂബക്കർ എന്ത് വന്നു? ലമ്മ. കാല അബൂബക്കറിൻ ലി അബീ ഹുറൈറത, അബൂ ഹുറൈറയോട് പറഞ്ഞു. ഓക്കെ. യാ അബാ ബക്കറിൻ ഇന്നക നഅ്സാനു. ഇന്നക നഅ്സാനു. ആർക്കാ ഉറക്കം വരുന്നത്? നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നിർത്താം. അതുകൊണ്ട് എക്സസൈസ് ആണ്. അപ്പൊ നഅ്സാൻ ആരൊക്കെയാണ് നഅ്സാനായിട്ടുള്ളത്? നഅ്സാനു എന്ന് പറഞ്ഞാൽ മയങ്ങുന്നവൻ. മയക്കല്ല, സുഖല്ലേ? എന്താണ്? സുഖമില്ല. സുഖമില്ലാത്തതാണ്. ഞാൻ ആരെയും കണ്ടിട്ടില്ല ഉറങ്ങുന്നവരെന്ന്. അപ്പൊ ഉറങ്ങുന്നവർ കുറച്ചുപേരുണ്ട്. നഅ്സാനു കേട്ടോ, മയങ്ങുന്നവൻ, ഉറക്കുന്നവൻ. ഉറക്കം എന്നൊരു നൗമാണ്. ആ ഉറക്കമല്ല ഇവിടെ പറഞ്ഞു. നഅ്സാനു, ഉറക്കം തൂങ്ങുന്നത്. ഇന്നക്ക നഅ്സാനു അബൂബക്കർ, ഇന്നക്ക നഅ്സാനു, നിനക്ക് ഉറക്കം തൂങ്ങുന്നുണ്ട്. അപ്പൊ നഅ്സാനു, ഉറക്കം തൂങ്ങുന്നവൻ. ഇദ്ഹബ് ഇലൽ ഹമ്മാമി വഗ്സിൽ വജ്ഹക. അപ്പൊ ഇദ്ഹബ് എന്ന കൽപ്പനക്രിയ വന്നു. അവിടെ തുടങ്ങുന്നത് കൊണ്ട് ഈ കൊടുത്തു. ഇദ്ഹബ് ഇലൽ ഹമ്മാമി. ഹമ്മാം എന്താണ്? ഹമ്മാം ബാത്റൂം. മലയാളത്തിൽ പറഞ്ഞാല് മലയാളത്തിൽ എന്താണ് ബാത്റൂമിന്? മലയാളത്തിൽ എന്താ പറയുമെന്ന് അറിയില്ല. കുളിമുറി. ഹമ്മാം കുളിമുറി കേട്ടോ. കുളിക്കുന്ന സ്ഥലത്തിനാണ് ഹമ്മാം എന്ന് പറയുക. ടോയ്ലറ്റ് അല്ല. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ടോയ്ലറ്റ് യഥാർത്ഥത്തിലുള്ള വാക്ക് മിർഹാളാണ്. മിർഹാം. ഓക്കെ. ഇദ്ഹബ് ഇലൽ ഹമ്മാമി. അപ്പൊ ബാത്റൂമിലേക്ക് പോകൂ. വഗ്സിൽ. അപ്പോ നേരത്തെ വക്തുബ് ഹൈലൈറ്റ് ചെയ്ത കളർ കൊണ്ട് വഗ്സിൽ ഹൈലൈറ്റ് ചെയ്യുക. ഇദ്ഹബ് പറഞ്ഞെടുത്ത് ഈ പറഞ്ഞിട്ടുണ്ട്.
വഹസിൽ പറഞ്ഞെടുത്ത് ഈ ഇല്ല. വഹസിൽ ഗസല കഴുകൂ. യഗ്സിലു, നീ കഴുകൂ. കഴുകു. ആ വജിഹക്ക, നിന്റെ മുഖം. യഗ്സിലിന്റെ ബഹുവചനം എന്ത് പറയും? യഗ്സിൽ, നീ കഴുകൂ. നിങ്ങൾ കഴുകൂ എന്നെങ്ങനെ പറയും? യഗ്സിലു. ആ അപ്പൊ ആ വാക്ക് ഖുറാനിൽ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പഠിച്ചില്ലേ? എന്താ പഠിച്ചത്? പഠിത്തത്തിൽ തന്നെ പഠിച്ചിട്ട് തോന്നുന്നുണ്ട്. സൂറത്തുൽ നിങ്ങൾ ഖുറാൻ ഒരുപാട് ഓതിയോ റമദാനില്? അതൊന്നുമില്ല ഉസ്താദ്. നിസായിലല്ലേ പഠിച്ചത്? നിസായിലാണ് പഠിച്ചത്. വാങ്സിലു എന്ന് പറഞ്ഞിട്ട് എന്താ? ആ വഹസുലു വുജൂഹക്കും വൈദ്യക്കും മിനൽ മറാഫിഖി. ഒതുവിന്റെ കാര്യമാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ എന്താ പറയാ ആകർഷണീയമായ സംഗതിയാണ്. ഒതു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊക്കെ പോയിന്റാണ് ഇതിൽ വന്നിരിക്കുന്നത്, എന്താണ് ആദ്യം പറഞ്ഞത്, പിന്നെ എന്താണ് പറഞ്ഞത്, നമ്മൾ കഴുകാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടോ, ചെവി കഴുകാൻ പറഞ്ഞിട്ടുണ്ടോ, അതേപോലെ ആദ്യം കൈപ്പത്തി കഴുകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ. ഇതൊക്കെ കൗതുകരമായ സംഗതികളാണ്. ഇഫ്തഹിൻ നവാഫിദ. അപ്പൊ വീണ്ടും കൽപ്പന തുടങ്ങുമ്പോൾ ഈ പറയുന്നുണ്ട്, ഇഫ്തഹ്, നീ തുറക്കൂ. എന്താ തുറക്കേണ്ടത്? അൻ നവാഫിദ. നവാഫിദ് എന്താണ്? ജനൽ. ജനലുകൾ. അതിന്റെ ഏകവചനം എന്താ? നാഫിദത്തുൻ. നാഫിദത്തുൻ. നാഫിദത്തുൻ അതിന്റെ ബഹുവചനം എന്താണ്? നവാഫിദ്. എത്ര തമ്മുണ്ട്? 2. ഒരു തമ്മയുണ്ട്. ഒരു തമ്മേയുള്ളൂ. ആ നവാഫിദു എന്ന് പറഞ്ഞത് പോലുള്ള വേറെ ഏതെങ്കിലും വാക്ക് പറയും? നവാഫിദു. കവായിദു എത്രയെങ്കിലും ഉണ്ട്. ആ എത്രയെങ്കിലും ഉണ്ട്. ഇപ്പൊ കവായിദ് അല്ലാത്ത വേറെ പറയും? എന്താണ്? ഷയാത്തീനു, എത്ര നമ്മണ്ട്? ഷയാത്തീൻ എത്ര നമ്മണ്ട്? ഷയാത്തീൻ അതുപോലെയല്ല, ഒറ്റൊന്നല്ലേ ഉള്ളൂ. ആ അപ്പൊ ഈ നവാഫിദ് പോലുള്ള വാക്ക് പറയും. ഷയാത്തീനു ഈ ഉള്ളതാണ്. മസാജിദ്. മസാജിദ് വസ്ന. മസാജിദ് വസനിൽ ഒരു നമ്മയുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാഫിദത്തുൻ ജംഉഹു നവാഫിദു. റവാത്തിബു. ആ റവാത്തിബ്, സാലറി മറന്നു പോരുത് കേട്ടാ. റവാത്തിബ്, റാത്തിബ്. റവാത്തിബ് സാലറിയാണ് കേട്ടാ. പിന്നെ റവാത്തിബ് സുന്നത്തും ഉണ്ട്. നവാഫിദ. നവാഫിദ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ല, നാഫിദത്തും പഠിച്ചിട്ടുണ്ട്. നവാഫിദ് ഒരു തമ്മയുള്ളെന്ന് എന്ന് വേറെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ വാക്കിൽ കൊടുത്തിട്ടില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിച്ചിട്ടില്ല ഉസ്താദേ. അങ്ങനെ പഠിക്കണം. നിങ്ങളെ നോട്ട്ബുക്ക്, പഴയ നോട്ട്ബുക്ക് എടുത്ത് നോക്ക്, എഴുതി കാണാമല്ലോ. കാണും. അപ്പൊ നിങ്ങള് മനസ്സിലൊക്കെ വേറെ എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മളാ കൊറേ പിന്നെ കഴിഞ്ഞ ബുക്കിൽ ഉണ്ടായിരുന്നില്ല, ഫസ്റ്റിൽ ഉണ്ടല്ലോ കൊറേ. ആ അപ്പൊ അതിൽ കൂട്ടത്തിലുണ്ടാവും നവാഫിദു. ഇഫ്തഹിൻ നവാഫിദ യാ അബ്ദല്ല. യാ അബ്ദല്ല. അപ്പൊ യാ അബ്ദല്ല എന്ന് പറഞ്ഞെടുത്ത് ലഫ്ദുൽ ജലാലത്തിന്റെ അവസാനം എന്തായിരിക്കും അടയാളം? പിന്നെ കസ്ർ. യാ അബ്ദല്ലാഹി. ജനൽ തുറക്കും അബ്ദല്ല. ഫൈനൽ ഖുർഫത. ഇന്നൽ ഖുർഫത. ഖുർഫത്ത് എന്താണ്? റൂം. ആ റൂം. മുദ്ലിമത്തുൻ. ക്ലാസ് റൂം. റൂം അല്ല, മുദ്ലിമത്തുൻ. ആകെ വലിച്ചാരിയതാവോ? ഡാർക്ക്. അന്ധകാരാവൃതം. മുദ്ലിമത്തുൻ. അതാണ് അല്ലെ. ആ മുദ്ലിമത്തുൻ. ഇരുട്ടായതാ, ഇരുട്ടിയതാ. ആ ഇരുട്ടുള്ളതാണ്. ഇരുട്ടുള്ളതാണ്. മുദ്ലിമത്തുൻ ഇരുട്ടുള്ളത്. തണല് എന്നുള്ള അർത്ഥം വരില്ല. അതെ, ലില്ലാണ് തണല്. സംഭവം സാദൃശ്യമുണ്ട്. പക്ഷെ ഇവിടെ ലില്ലിൽ എത്ര അക്ഷരമുണ്ട്? ഏതൊക്കെയാണ് അക്ഷരം? ലില്ലിന്റെ ബേസിക് ലെറ്റേഴ്സ് അല്ലല്ല. ലില്ല് എന്ന് പറഞ്ഞതിൽ ഏതൊക്കെയാണ് ബേസിക് ലെറ്റേഴ്സ്? ലാദും ലാമും. എത്ര ലാമ്? 2 എണ്ണം. ഇവിടെ ഏതൊക്കെയുണ്ട്? മുദ്ലിമത്തുൻ.
അല്ലലമാന്നായിരിക്കും ഇവിടെ. ലാഉം ലാമും മീമും ഉണ്ട് ഇവിടെ. ആദ്യത്തെ മീമല്ല, രണ്ടാമത്തെ മീം ബേസിക് ലെറ്റർ ആണ്. കാരണം ഒരു പദത്തിൽ ചുരുങ്ങിയത് 3 അക്ഷരം ബേസിക് ലെറ്റേഴ്സ് ഉണ്ടാകണം. അടിസ്ഥാനപരമായി 3 അക്ഷരം ഉണ്ടാകണം. എപ്പോഴും ഉണ്ടായില്ലെങ്കിലും മോസ്റ്റ് കോമൺലി 3 അക്ഷരമാണ് ഉണ്ടാകേണ്ടത്. പല കാരണങ്ങൾ കൊണ്ട് 3 കുറഞ്ഞു വരാം. ഹൗദ് എന്ന് പറഞ്ഞെടുത്ത് 3 ഇല്ല, 2 ഉള്ളൂ. അതിന്റെ കാരണം നമുക്കറിയാം. അതേപോലെ ഇവിടെ 3 അക്ഷരം എടുത്താൽ ലാഉം ലാമും മീമും. വലമ ആക്രമം ചെയ്തു. ഇന്ന ദുൽമ ആ ദുൽമം എന്ന് പറയുന്നത് അന്ധകാരമാണ്. ഇന്ന ദുൽമ ദുൽമാത്തുൻ യൗമൽ ഖിയാമത്തി. ഖിയാമത്ത് നാളിൽ അന്ധകാരമാണ് അക്രമം എന്നത്. ദുൽമത്തുൻ എന്നതും ദുൽമ എന്നതും പരസ്പര ബന്ധമുള്ളതാണ്. ദുൽമ അക്രമം, ദുൽമത്തുൻ അന്ധകാരം. ഇവിടെ മുദ്ലിമത്തുൻ അന്ധകാരാവൃതമായതാണ്. അദ്ലമ അന്ധകാരമായി ഇരുട്ടുള്ളതായി. അതിന്റെ കർത്താവാണ് മുദ്ലിമത്ത്. അദ്ലമ മുദ്ലിമുൻ മുദ്ലിമത്തുൻ അന്ധകാരമായി. കാലാവസ്ഥ. ജവ് കാലാവസ്ഥ, അറ്റ്മോസ്ഫിയർ. വൽജവു ഹാറുൻ, നമ്മളെ ഇപ്പോഴത്തെ കാലാവസ്ഥ പോലെ. വൽജവു അന്തരീക്ഷം, ഉഷ്ണകാലം. ഹാറുൻ ചൂടുള്ളതാണ്. ഹാറുൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ളത്. കാലമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാലം എന്ന നിലയ്ക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്നത് വൽജവു അന്തരീക്ഷം അല്ലെങ്കിൽ കാലാവസ്ഥ. ഹാറുൻ ചൂടുള്ളതാണ്. ജവ്വു അന്തരീക്ഷം, ഹാറുൻ ചൂടുള്ളതാണ്. അൽമാ ഹാറുൻ നമ്മൾ പഠിച്ചല്ലോ. വൽ ഹലീബു ഹാറുൻ, അൽമാ ബാരിദുൻ വൽ ഹലീബു വൽ എന്തായിരുന്നു പഠിച്ചത്? ഹാറുൻ ചൂടുള്ളതാണെന്നൊക്കെ പഠിച്ചില്ലേ? 1-ാം പാഠത്തിൽ. പാല് ചൂടുള്ളതാണ്. വല്ലബനു ഹാറുൻ അൽമാ ബാരിദുൻ വല്ലബനു ഹാറുൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പഴം നല്ലപോലെ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഹൈലൈറ്റർ ഒക്കെ വാങ്ങി ഹൈലൈറ്റ് ചെയ്യുക കേട്ടോ. 100 രൂപയ്ക്ക് ഹൈലൈറ്റർ വാങ്ങി. അപ്പൊ 4 കളർ കിട്ടും. 6 കളറുള്ളത് വാങ്ങിയാലും കുഴപ്പമില്ല. അപ്പൊ 150 രൂപ ഉള്ളൂ. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിന്റെ ഭാഷ പഠിക്കുകയും സ്വർഗത്തിലെ ഭാഷ മനസ്സിലാക്കുകയും അതിലെ ഒരു എന്താ പറയാ അതിന്റെ ടേസ്റ്റ് ആസ്വദിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ള നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇത് നമ്മളെ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയല്ല ഇതിൽ പഠിക്കുന്നവർ മിക്കവാറും പേര് പഠിക്കുന്നത്, എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ഇഖ്ലാസ് കൊണ്ട്, ദീനിനോടുള്ള കൂറ് കൊണ്ട് പഠിക്കുന്നതാണ്. അറബി ഭാഷയോടുള്ള റസൂലിന്റെ ഭാഷ എന്ന നിലയ്ക്ക്, ഖുർആന്റെ ഭാഷ എന്ന നിലയ്ക്ക്, ഇന്ത്യ പ്രവാചകന്റെ ഭാഷ എന്ന നിലയ്ക്ക് പഠിക്കുന്ന, അതിൻ്റെ ആത്മാർത്ഥത ഉള്ള സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രതികരണം നൽകുകയും ചെയ്യട്ടെ. കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും അതുദ്ദേശിച്ച് അതിൻ്റെ ചൈതന്യം മനസ്സിലാക്കി ഖുർആൻ വായിക്കാനും അതിൻ്റെ അന്തസ്സത്തെ ഗ്രഹിക്കാനും അതിൻ്റെ ആഴങ്ങളിലേക്ക്, ഖുർആന്റെ ആഴങ്ങളിലേക്ക്, ഇനി നേരത്തെ സൂറത്തുൽ അലത്ത് പറഞ്ഞതുപോലെ ഓരോരോ ആയത്തുകളും രണ്ടാമത് വായിക്കുമ്പോൾ നേരത്തെ പഠിച്ചതല്ലാത്ത ആശയം നമുക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടാണ് അപ്പലായത്തെ ദബ്ബറൂന എന്ന് ചോദിച്ചത്. നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ അറബി ഭാഷ പഠിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. നമ്മൾ ഗ്രാജുവലി പഠിച്ചു പോകും തോറും ഭാഷയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഉപരിപ്ലവമായ ആശയത്തിലല്ല നിൽക്കണം. അതിനുള്ള നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇലാ ലിഖാ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കിലായിരുന്നുകൊണ്ടാണ് റമദാൻ കഴിഞ്ഞ ഉടനെ നമ്മൾ തുടങ്ങാതിരുന്നത്. മാത്രമല്ല പഠിക്കുന്നവർക്ക് ഒരു സീരിയസ് വരട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിച്ചത്. എന്തായാലും നല്ല സ്ട്രെങ്ത് ഉണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.